Good morning. Hello. Um, Thank you, Rosalind. Good morning, Vincent. Good morning, ma'am. Good morning, Krishnan. Good morning. Good morning, ma'am. Okay. ഓക്കെ, അജിഷയിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് തുടങ്ങാമെന്ന് പറയാം. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ സുന്ദരമായ, ധന്യമായ, ഐശ്വര്യപൂർണമായ, അനുഗ്രഹപൂർണമായ നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ കേൾക്കുന്നുണ്ടോ? Yes. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷെ ഇത് തന്നെയാണ്. യെസ്, ഇപ്പൊ ഞാൻ വീഡിയോ ഓൺ ചെയ്തപ്പോൾ സാധാരണ നമുക്ക് ആരെങ്കിലും ഒക്കെ വന്ന് നമ്മുടെ ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നു, എല്ലാവരെയും ഗുഡ് മോർണിംഗ് വിളിച്ച് പറഞ്ഞ് സ്വീകരിക്കുന്നു. ഓക്കെ, ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. അപ്പൊ ഈ സിറ്റുവേഷന് നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു പക്ഷെ നമുക്കിത് അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇടയ്ക്ക് ജീവിതത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആ ഓർമ്മപ്പെടുത്തൽ വരുമ്പോൾ മാത്രമേ നമുക്കറിയുന്ന പല കാര്യങ്ങളും നമ്മൾ പല സന്ദർഭങ്ങളിൽ മറന്നു പോകുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് മാറുന്നുള്ളൂ. അപ്പൊ ഇന്ന് ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോം ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ നമ്മളെ എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മുഖം ഇവിടെ എന്നും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ നമുക്കറിയില്ല. ഒരു പക്ഷെ ഇന്നത്തെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത വ്യക്തിക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത് ജോയിൻ ചെയ്യാതെ പറ്റുകയോ ഒക്കെ ഉണ്ടാവാം. ആ നിമിഷത്തെ അല്ലെങ്കിൽ ആ ഒരു അവസരത്തെ പൂർണ്ണമായും ഞാൻ ഉൾക്കൊള്ളുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് എന്റെ ഡ്യൂട്ടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു അസേർട്ടീവായ, വളരെ കാം ആൻഡ് ക്വയറ്റായ നമുക്കതിനെ സ്വീകരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ടെക്നിക്കാണ് കേട്ടോ. അപ്പൊ അസേർട്ടീവ് ടെക്നിക്ക് എന്ന് ഫോർഗിവ്നെസ് ഒരു അസേർട്ടീവ് ടെക്നിക്കായിട്ട് നമുക്ക് എടുക്കാം. അതായത് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും തള്ളി ഒരു അഗ്രഷൻ, ഒരു ദേഷ്യത്തോടു കൂടിയോ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ സ്വീകരിക്കുന്നതിന് പകരം അതിനെ സ്വീകരിക്കാൻ കുറച്ച് ടിപ്സ് ആണ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ്. എന്തിനാണ് ടെക്നിക് എന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗപ്രദമാവും. ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾക്കും ഈവൻ നമ്മുടെ ജീവൻ പോലും ഭീഷണിയാകുന്നത് ഇത്തരം അസേർട്ടീവ് ടെക്നിക്ക് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. പലപ്പോഴും പല സിറ്റുവേഷനെയും നമ്മൾ ഒരു അഗ്രഷനോടുകൂടി, അഗ്രസീവ് മൈൻഡോട് കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത്. നമുക്കൊരു ക്രിറ്റിസം നേരിടേണ്ടി വരുമ്പോൾ അത് കുഞ്ഞു കുട്ടികളാകുമ്പോൾ കുട്ടികളാകുമ്പോൾ പറഞ്ഞാൽ അനുസരിക്കണം. പക്ഷെ വലിയവരാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാതെ വരുന്നു, നമ്മൾ അതിനെ സ്വീകരിക്കാതെ വരുന്നു എന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. അത്തരം ചില ടെക്നിക്കുകളെ ജീവിതത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകളായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു 4 ടെക്നിക്കിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട്, അതായത് പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് നെഗറ്റീവ് അസേർഷൻ എന്ന് പറയും. അതായത് നമ്മളെ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും വീഡിയോ ഓഫ് ചെയ്തിരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയുകയാണ് വീഡിയോ ഓൺ ചെയ്യണം, അതാണ് ഈ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത. ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുന്നില്ല എന്ന് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ ഓഫ് ചെയ്ത പലർക്കും പല വ്യക്തിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ ഉടനെ എന്താണ് നിങ്ങൾക്കത് ചിലവർ മനസ്സ് വിചാരിക്കുന്നുണ്ടാവും, പറഞ്ഞാൽ മതി, എനിക്ക് രാവിലെ എന്തെല്ലാം പണിയുണ്ടെന്ന് അറിയാമോ, അപ്പൊ വീഡിയോ തുറന്നു വെച്ചാൽ എന്റെ ഇതെല്ലാം ബ്ലോക്ക് ആവും, എനിക്കതൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകണം. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, എന്തെല്ലാം എക്സ്ക്യൂസുകൾ ഉപയോഗിച്ച് അതിനെ തള്ളി മാറ്റാമോ അങ്ങനെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനെ നമ്മൾ സ്വീകരിക്കാതെ അതിനെ വീണ്ടും അഗ്രസീവായിട്ട് ഉപയോഗിക്കുന്നു എന്നർത്ഥം. പകരം നിങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതായത് ഞാൻ വീഡിയോ ഓൺ ചെയ്യാറില്ല എന്ന് നമ്മൾ ആദ്യം സമ്മതിക്കുകയാണ് ഇത്രയും ഈ നെഗറ്റീവ് അസേർഷനിൽ ചെയ്യും. അതായത് ഒരു നെഗറ്റീവ് കമന്റ് ആണ്. ഇവിടെ എന്തിനാണ് സൂം പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരും കണ്ട് നമുക്ക് ആ ക്ലാസ്സിന്റെ പൂർണ്ണമായിട്ടുള്ള ആത്യന്തികമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക, നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും നമ്മളെ സ്വീകാര്യമായിട്ടുള്ളത്, നമുക്ക് എന്തായാലും ഇത് പരസ്പരം അടുത്ത് വന്നിരുന്ന് കേൾക്കാനുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ അതിനിപ്പോ പറ്റാത്തൊരു അവസരത്തിൽ ഇത് നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുള്ള
അവിടെ പക്ഷെ നമ്മുടെ കൂടുതൽ ചേഞ്ച് വേണമെങ്കിൽ പൂർണ്ണമായും അത് ഉൾക്കൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് നമ്മൾ അതിനെ സ്വീകരിക്കും, പരസ്പരം ഇന്ററാക്ട് ചെയ്ത് സ്വീകരിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാവും. നമുക്ക് എവിടെയും ഏത് നാട്ടിലും ഇരുന്ന് പരസ്പരം പരിചയപ്പെടാൻ നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഓൺ ചെയ്യണം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പൂർണ്ണമായും സ്വീകരിക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് അസർഷനിൽ പറയുന്നത്. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ വീഡിയോ ഓൺ ചെയ്യേണ്ട പ്രോഗ്രാം ആയിരുന്നിട്ട് പോലും ഞാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. യെസ്, ഞാൻ അതിനെ ശ്രമിച്ചു. അപ്പൊ അവിടെ പറയേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ അതിനെ പൂർണ്ണമായും സ്വീകരിക്കും. ശരിയാണ്, ഞാൻ വീഡിയോ ഓൺ ചെയ്യാറില്ല, പക്ഷെ ഞാൻ അത് ഓൺ ചെയ്യാനുള്ള തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ ഈ സമയത്തിന് വേണ്ട കാര്യങ്ങൾ അതിന് മുൻകൂട്ടി ഒരുക്കി ഒരിക്കലെങ്കിലും ഞാൻ വീഡിയോ ഓൺ ചെയ്ത് ഈ ക്ലാസ്സിൽ പങ്കെടുക്കും എന്നുള്ള രീതിയിൽ അത്തരം ഒരു ക്രിറ്റിസിസത്തെ പൂർണ്ണമായും സ്വീകരിക്കുന്നു എന്നർത്ഥം. ഒരു പക്ഷെ കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ അത് പറഞ്ഞാൽ അനുസരിക്കണം. പക്ഷെ നമ്മൾ മുതിർന്നവരായി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും ക്രിറ്റിസിസം വരുമ്പോൾ നമുക്കതിനെ സ്വീകരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷെ നിങ്ങൾ രാവിലെ എന്തെങ്കിലും പണിത്തിരക്കിലായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് നമ്മുടെ ഈ വീഡിയോന്റെ മുന്നിൽ കുറച്ചും കൂടി നീറ്റായിട്ട് വന്നിരിക്കണം, അപ്പൊ രാവിലെ ഇതൊക്കെ നമ്മുടെ എക്സ്ക്യൂസുകളാണ്. ഇവിടെ ഇതിങ്ങനെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ അതിനെ സ്വീകരിക്കുക, യെസ് അത് ചെയ്യേണ്ടതാണ്, ഞാൻ ഇനി അടുത്ത ക്ലാസ് മുതൽ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ മറ്റുള്ളവരുമായി കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുമ്പോൾ അതിനെ എത്തരത്തിൽ ഉപയോഗിക്കാം എന്ന് ഞാൻ കൂടുതലായിട്ട് ചെയ്യും. ഒരുപക്ഷെ കമന്റുകൾ പറയാൻ പറയുന്ന സമയത്ത് എനിക്കറിയാം, ചിലപ്പോൾ അബ്ദുൾ റസാഖ് സാർ, സിന്ധു മാം, ഇവരെല്ലാവരും ഓരോരുത്തരെ വിളിക്കാറുണ്ട്, പേര് വിളിച്ച് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പലരും ഒരുപക്ഷെ അപ്പോഴും പറയും, ഞാൻ രാവിലെ ഇതിനൊക്കെ നമുക്ക് എനിക്ക് സമയമില്ല, എനിക്ക് ഞാൻ മുഴുവൻ കേട്ടില്ല, എന്തെല്ലാം എക്സ്ക്യൂസുകളാണ് നോക്കും നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളത് പറയുന്നത് അല്ലെങ്കിൽ ഇത് പറയേണ്ട പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അങ്ങനെ ഒരു കമന്റ് വരുന്ന സമയത്ത് അതിനെ തള്ളി മാറ്റാതെ, യെസ് ഞാൻ കമന്റ് പറയാറില്ല, ശരിയാണ് ഞാൻ കമന്റ് പറയാറില്ല, പക്ഷെ ഞാൻ അതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് ശ്രമം നടത്തേണ്ടത് ചോദിച്ചാൽ ഈ ക്ലാസ്സിനെ വളരെ ഭംഗിപൂർവ്വം പൂർണ്ണമായി ഞാൻ ഉൾക്കൊള്ളുന്നു, അതിനെ സ്വീകരിക്കുന്നു, കേൾക്കുന്നു, അതെന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ പോകുന്ന ഇതിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇതിലേക്ക് വരാൻ, ഒരു കമന്റ് പറയാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നായിരിക്കണം എത്ര ഇതിന്റെ ഉത്തരം. അല്ലാതെ അതിന് മുകളിൽ വീണ്ടും എക്സ്ക്യൂസുകൾ ഇട്ടുകൂടി ഒരിക്കലും ഇതിന് ശ്രമം നടത്താത്ത ഒരവസ്ഥയിലേക്ക് പോകരുത് എന്നാണ് നെഗറ്റീവ് അസേർഷൻ പറയുന്നത്. ഇതൊരു അസേർട്ടീവ് ആയിട്ടുള്ള ടെക്നിക്കാണ്. കാരണം ഇത് അസേർട്ടീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിലേക്കാണ് ആ മാറ്റങ്ങൾ വരുന്നത്. ഒരിക്കലും നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളെ തള്ളി മാറ്റുകയല്ല എന്നാണ് നെഗറ്റീവ് അസേർഷൻ പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നെഗറ്റീവ് എൻക്വയറി ആണ്. ഈ നെഗറ്റീവ് എൻക്വയറി എന്ന് പറയുമ്പോൾ ഇതിന് കുറച്ച് സെൽഫ് കോൺഫിഡൻസ് വേണമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും കമന്റ് പറയാറില്ല എന്ന് പറയുമ്പോൾ ഇതിനെ പൂർണ്ണമായും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, എങ്ങനെയാണ് സ്വീകരിക്കാൻ ചോദിച്ചാൽ, നമ്മൾ ഒരാൾ അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ പറയാണ് നിങ്ങൾ എപ്പോഴും ഇത് മറക്കുകയാണ്, എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കത് ഓർമ്മയില്ല, അല്ലെങ്കിൽ നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഇതാണ് അത്രേ, നിങ്ങൾക്ക് ഞാൻ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് എന്ന് ഫീൽ ചെയ്തതെന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കാം. അതായത് ഇതിനൊരു സെൽഫ് കോൺഫിഡൻസും ധൈര്യവും ഒക്കെ വേണം. ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫീൽ ചെയ്യാൻ, എന്റെ റെസ്പോണ്ടിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഫീൽ ചെയ്യാൻ ഇടയായ കാരണം എന്നോടൊന്ന് പറയാമോ? ഞാൻ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു ദേഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല എന്നാണ് നിങ്ങളുടെ കമന്റ് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ഇടയാക്കിയത് എന്താണ് എന്ന് അവരോട് നേരിട്ട് ചോദിക്കുക എന്നുള്ളത്. നെഗറ്റീവ് അസേർഷനിൽ നമ്മൾ അതിന് സമ്മതിച്ചുകൊണ്ട് നമ്മളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ നെഗറ്റീവ് എൻക്വയറിയിൽ നമ്മൾ കാണിക്കേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതിനൊരു
കോൺഫിഡൻസും കരുത്തും ധൈര്യവും ഒക്കെ വേണം. ഒരാൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അവരോട് തിരിച്ച് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്തരത്തിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു റെസ്പോണ്ട് ഉണ്ടായി, അല്ലെങ്കിൽ അത് നിങ്ങളെ ബാധിച്ചു എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ എങ്ങനെ ഫീൽ ചെയ്തു എന്ന് കൂടി എന്നോടൊന്ന് പറയാമോ എന്ന് പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്ത കാര്യത്തെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്. പലപ്പോഴും ഇത് ബന്ധങ്ങളിൽ വളരെ കുറവാണ്. നമ്മൾ ഒരിക്കലും അവർക്ക് ഫീൽ ചെയ്ത് നമ്മൾ ചോദിക്കാറില്ല, നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് കടന്നു പോകാറുള്ളൂ. പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിൽ അവർക്ക് എന്താണ് ഫീൽ ചെയ്യാൻ, ഞാൻ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാനിടയാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത് എന്ന് എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മളെ പൂർണ്ണമായും ഉൾക്കൊള്ളും എന്നുള്ള ബന്ധങ്ങളിൽ കൂടുതൽ ശക്തി പകരും എന്നുകൂടി പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിഫ്യൂസിംഗ് ആണ്. ഈ ഡിഫ്യൂസിംഗ് പലപ്പോഴും സംവാദങ്ങളിൽ നിന്ന് ഒരു പക്ഷേ രണ്ട് വ്യക്തിത്വങ്ങളെയും സംരക്ഷണം കൂടി നൽകുന്ന ഒന്നാണ്. അതായത് രണ്ടുപേരും നമ്മൾ വളരെ ശക്തമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, അതിനെ ക്രിട്ടിസൈസ് അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന കാര്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏതൊക്കെ തരത്തിലുള്ള ടെക്നിക്കുകളാണോ നമ്മൾ അവിടെ പ്രയോഗിക്കും. പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരുപാട് മെഡിറ്റേഷനും ഒരുപാട് അറിവും കൂടുതൽ നേടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാൻ, സമർത്ഥിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇത് കൂടുതൽ വാദപ്രതിവാദങ്ങൾക്കിടയാക്കുന്നു. ഇത് പലപ്പോഴും പല കയ്യാങ്കളിയിലേക്ക് പോകാവുന്ന അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിൽ ഒരിക്കലും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് പോലും ഇത്തരം ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഒരു പക്ഷെ വീടുകളിൽ അങ്ങനെ ഒരു പ്രശ്നം പ്രതിവാദവും ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് ഇത്തരത്തിലാവണത്രേ. തൽക്കാലം ഇപ്പോ രണ്ടുപേർക്കും പരസ്പരം കേൾക്കാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥയിലാണെങ്കിൽ ആ ഡിസ്കഷൻ അവിടെ വെച്ച് നിർത്തുക. ജസ്റ്റ് സ്റ്റോപ്പ് ദെയർ. അവിടെ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം രണ്ടുപേരും രണ്ട് വഴികളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഇപ്പോ ഇതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമ്മളൊരു നല്ല ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് കടന്നു വരുമ്പോൾ, കാരണം ഇപ്പൊ പരസ്പരം പറയുന്നത് സ്വീകരിക്കാനുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിലല്ല, പകരം അത് വാദപ്രതിവാദത്തിന് ഇടയാക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് വരുന്നത് വരെ നമുക്ക് ഈ ഡിസ്കഷൻ ഇവിടെ വെച്ച് നിർത്താം. അത് ഏറ്റവും ഭംഗിയുള്ളതുകൂടിയാണ്. നമ്മൾ നല്ലൊരു മാനസികാവസ്ഥയിലാകുമ്പോൾ നമ്മൾ കടന്നുപോയ ഒരു അവസ്ഥയെ കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യാൻ തിരിച്ചു വരാം എന്ന് പറയുമ്പോൾ തൽക്കാലം കൂടുതൽ വാദപ്രതിവാദങ്ങളെയും ആവശ്യമില്ലാത്ത വാക്കുകളെയും ഒരുപക്ഷെ ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്നതിന് പകരം ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇപ്പോ ഇതിനുള്ള ഒരു അവസരമല്ല, എനിക്കിത് കേൾക്കാനുള്ള ഒരു മാനസിക അവസ്ഥയില്ല, നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ഇതിന് പരിഹാരം കണ്ടെത്താം. തൽക്കാലം ഇവിടെ വെച്ച് നിർത്തി മറ്റൊരു സമയത്തേക്ക് നല്ലൊരു മാനസികാവസ്ഥയിൽ പരസ്പരം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ വെച്ച് ഈ ഡിസ്കഷൻ നിർത്താം എന്ന് പറഞ്ഞ് അതിലേക്ക് നമ്മൾ കൂടുതൽ കടക്കാതിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് ഡിഫ്യൂസിംഗ് ആണ്. ഇനി അവസാനമായിട്ടുള്ള ടെക്നിക്കാണ് ഒരു പക്ഷേ കൂടുതൽ ഭംഗിയുള്ളത് എന്നാണ് സൈക്കോളജി പറയുന്നത്. അതിന് പറയുന്ന പേരാണ് ഫോഗിങ്. ഫോഗിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഇത്ര മാത്രം, നിങ്ങൾ പറയുന്ന കാര്യം വളരെ ശരിയാണ്. അതായത് മറ്റുള്ളവർ പറയുന്ന നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പറയുന്ന ശരി കാര്യം പൂർണ്ണമായും ശരിയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അതെങ്ങനെയാ ശരിയാകുന്നത്, ഞാൻ അങ്ങനെയല്ല, ഞാനിത് ചെയ്തിട്ടില്ല. പിന്നെ ഇവര് പറയുന്നത് എങ്ങനെയാണ് ശരിയാണെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് നമ്മൾ കൂടുതൽ ബുദ്ധിപരമായും വൈകാരികപരമായും അവരെ നേരിടുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് ഒരാൾ പറയുമ്പോൾ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്, പൂർണ്ണമായും നിങ്ങൾ പറയുന്നത് ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോ അവിടെ ചെയ്യുന്നത് ഇത്ര മാത്രം, ആ വ്യക്തിക്ക് അപ്പോൾ ലഭ്യമായ ഏറ്റവും നല്ല അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, നമ്മോട് വാദപ്രതിവാദത്തിന് മുതിരുന്നത്. അവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയാണ്. അവരുടെ ശരികളിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ ഇന്നത്തെ ശരി
നാളത്തെ തെറ്റാകും എന്ന് നമുക്ക് ബോധ്യമുണ്ടാകും. നമുക്ക് ബോധ്യം വേണം, അല്ലെങ്കിൽ അവരുടെ ഇന്നത്തെ തെറ്റ്, നമ്മളെ കുറിച്ച് പറയുന്ന ക്രിറ്റിസിസം നാളെ ശരിയായിട്ട് വരും. അതുവരെ നമ്മൾ അവരോട് പറയുന്നത് ഇത്ര മാത്രം: നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്, ഞാനത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് അത് പൂർണ്ണമായും സ്വീകരിക്കുക. ഒരിക്കലും നമ്മൾ അവരോട് കയർത്തോ അല്ലെങ്കിൽ തിരിച്ചോ ക്രിട്ടിസൈസ് ചെയ്യാൻ മുതിരുന്നില്ല. കാരണം അവർ പറയുന്ന കാര്യത്തെ നമ്മൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു, അവരുടെ തീരുമാനത്തെ നാം റെസ്പെക്ട് ചെയ്യുന്നു. നമ്മെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവരുടെ ആ സമയത്തെ വിവേകത്തെ ഞാൻ പൂർണ്ണമായും റെസ്പെക്ട് ചെയ്യുന്നു. അത് പറയാൻ അവർക്ക് ആ അറിവ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്ന ക്രിറ്റിസിസത്തെ നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റും. ഒരുപക്ഷെ നമുക്കത് ശരിയായിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും തൽക്കാലം അതാണ് ഏറ്റവും നല്ലൊരു അവസ്ഥ. കാരണം അവർക്ക് ആ അറിവ് മാത്രം. ഒരുപക്ഷെ നല്ലൊരു അവർക്ക് ലഭ്യമാകുമ്പോൾ അവർ പറയുന്ന ഈ ഒരു ക്രിറ്റിസിസത്തെ അവർ നാളെ മാറ്റി പറയും. കാരണം ഇന്നത്തെ അവരുടെ ശരി നാളത്തെ തെറ്റാണ്, അല്ലെങ്കിൽ ഒന്നും ശരിയുമല്ല ഒന്നും തെറ്റുമല്ല എന്ന് നമുക്ക് വിവേകമുള്ളിടത്തോളം കാലം മറ്റുള്ളവർ പറയുന്ന ക്രിറ്റിസിസത്തെ ഒരിക്കലും അവർ പറയുന്ന അതേ ടോണിൽ നാം തിരിച്ച് മറുപടി പറയുന്നില്ല. പൂർണ്ണമായും നിങ്ങൾ പറയുന്നത് ശരിയാണ്, വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് അത് പൂർണ്ണമായും സ്വീകരിക്കും. നിങ്ങളുടെ ആ വാക്കിനെ ഞാൻ പൂർണ്ണമായ സത്യസന്ധതയോട് കൂടി റെസ്പെക്ട് ചെയ്യുന്നു. ഒരിക്കലും നിങ്ങളെ പിന്തിരിഞ്ഞ് നിങ്ങളെ തള്ളി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരിക്കലും നാം ചെയ്യാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ആ വ്യക്തി തെറ്റാണെന്ന് നമ്മൾ മുൻകൂട്ടി അല്ലെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഫോഗിങ്ങിലെ ഒരു പ്രത്യേകത. നമ്മൾ ഒരിക്കലും അവർ റോങ് ആണെന്ന് പറയുന്നില്ല. ശരിയാണ്, നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണ് എന്ന് പറഞ്ഞ് അവരെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്ന് മാത്രം. ഇതുകൊണ്ടുള്ള ഇത്രയും അസർട്ടീവ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ആവശ്യമില്ലാത്ത വാദപ്രതിവാദത്തിലൂടെ കടന്നുപോയി നാം ഒരു അസ്വസ്ഥമായ മനസ്സോട് കൂടി മുന്നോട്ട് പോകാതിരിക്കാൻ ഇത്തരം അസർട്ടീവ് ടെക്നിക്ക് നമ്മളെ ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റു വ്യക്തി അവരുടെ ഏറ്റവും ധന്യമായ, അവർക്ക് ലഭ്യമായ ഏറ്റവും നല്ല അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നമ്മോട് സംസാരിക്കുന്നത് ഓർക്കുക. ഒരുപക്ഷെ അവർക്ക് ഇതിലും നല്ല അറിവ് ലഭ്യമാകുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ ക്രിറ്റിസിസം ഇതിലും നല്ല രീതിയിൽ നാളെ നമ്മോട് കൂടുതൽ നല്ല വ്യക്തിത്വത്തോടു കൂടി അവർ നമ്മോട് സംസാരിക്കുമെന്ന് ഉറപ്പാണ്. ഇത് വ്യക്തികളിൽ മാത്രമല്ല, ഓരോ അവസരങ്ങളിലും ഓരോ സിറ്റുവേഷനും നമുക്ക് ഈ അസർട്ടീവ് ടെക്നിക്ക് ഉപയോഗിക്കാം. ഇപ്പൊ വരുന്ന സിറ്റുവേഷൻ എനിക്ക് വേണ്ടി മാത്രമുള്ളത്, അത് പൂർണ്ണമായും സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് യൂണിവേഴ്സിൽ സമർപ്പിക്കുക. ഈ ഒരു അവസരത്തിൽ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല, പക്ഷെ പൂർണ്ണമായും ഞാൻ ഈ അവസരത്തെ സ്വീകരിക്കുന്നു, ഇതിനായി എന്നെ ഒരുക്കണമേ എന്ന് പറഞ്ഞു അവിടെയും നമുക്കൊരു അസർട്ടീവ് ടെക്നിക്ക് സ്വീകരിക്കാം. കാരണം നമുക്കറിയാത്ത കാര്യത്തെ കുറിച്ച് ആലോചിച്ച് നമ്മുടെ മുന്നിൽ വരുന്ന ആ സിറ്റുവേഷനെ പിന്തല്ലാതെ അതിനെ സ്വീകരിക്കാതെ കടന്നു പോകുമ്പോൾ ഓർക്കുക, വീണ്ടും അത് പഠിക്കാൻ വേണ്ടി അത്തരം ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. ഇനിയും അത്തരത്തിലൊരു സിറ്റുവേഷൻ തുറക്കപ്പെടുന്നതിന് മുന്നേ, അത്തരം വേദനകളിലൂടെ കടന്നു പോകുന്നതിന് മുൻപേ ആ സിറ്റുവേഷനെ പൂർണ്ണമായും ഉൾക്കൊള്ളുക. അവിടെ എനിക്കിത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം അതിനെ അസർട്ടീവായ ഈ സംഭവിച്ചത് എനിക്ക് വേണ്ടി എന്ന് തിരിച്ചറിഞ്ഞ് ഒരു അസർട്ടീവായ കാമായി സമാധാനത്തോടു കൂടിയുള്ള ആ സിറ്റുവേഷനെ സ്വീകരിക്കുക, ആ വ്യക്തിയെ സ്വീകരിക്കുക. അവിടെ പൂർണ്ണമായും ക്രിട്ടിസിസത്തെ ഉൾക്കൊള്ളുക എന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇത്തരത്തിൽ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് പുസ്തകങ്ങളിലേക്കാൾ ഏറെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നിമിഷത്തെയും നമുക്കൊരു പാഠപുസ്തകമായി മാറ്റാൻ സാധിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കൂ, ഈ നിമിഷത്തെ എങ്ങനെ നേരിടണം എന്ന് ചിന്തിക്കുമ്പോൾ അതിനെ പൂർണ്ണമായും അഗ്രസീവ് ആകാതെ അസർട്ടീവായി ശാന്തമായി അതിനെ സ്വീകരിക്കാം. ഇറ്റ്സ് ഓക്കെ, ശരിയാണ്, ഇത് ഇങ്ങനെയാണ്, ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ ഇതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അത് പൂർണ്ണമായും ഞാൻ ഈ പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നു. അതിലൂടെ
അതിലൂടെ കടന്നു പോകാൻ ആവശ്യമായ വിവേകവും ധൈര്യവും കരുത്തും എനിക്ക് ലഭിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അത്തരം അവസരത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് നിങ്ങളൊന്ന് എഴുത്തുകൂടി ആരംഭിച്ചു നോക്കൂ. അതിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പക്ഷേ ഇപ്പൊ വന്ന സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ കടന്നുപോയി എന്ന് എഴുതി വെക്കുമ്പോൾ ഇനി വരുന്ന ഒരു അവസരത്തെ കടന്നു പോകണമെന്ന് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കതിനെ ചിന്തിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ അത്തരം അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന സന്തോഷവും കരുത്തും ഊർജവും ധൈര്യവും വളരെ വളരെ വലുതാണ്. മനസ്സ് പോലും നമ്മോട് പറയുന്നുണ്ടാവും ഇപ്പൊ ഇങ്ങനെ ചെയ്യും, പക്ഷെ നമ്മൾ അപ്പോഴും അതിനെ അഗ്രസീവായിട്ട് അത്തരത്തിൽ ചിന്തിക്കാതെ നമ്മുടെ ശരീരവും മനസ്സും നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരം തിരിച്ചറിഞ്ഞ് അതിനെ അഗ്രസീവ് ആകാതെ അസേർട്ടീവായി സ്വീകരിക്കാൻ ഉള്ള ഒരു മനസ്സുമായി പരിശീലിച്ച് തുടങ്ങുമ്പോൾ ഓരോന്നിനെയും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അസേർട്ടീവായ എന്തിനേയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സും ധൈര്യവും കരുത്തും ഈ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം, താങ്ക് യു. ഫീഡ്ബാക്ക് സെക്ഷൻ ആണ്. ഫീഡ്ബാക്സ് പറയാനുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ട് മുന്നോട്ട് വരാം. ആങ്കർ മാറിയോ? ആങ്കർ മാറി. ഇത് മാറുമ്പോ അതൊക്കെ ഞാൻ നിമിഷ കവികൾക്ക് പറഞ്ഞിട്ടുള്ള പോലത്തെ കാര്യങ്ങൾ അതൊക്കെ നിമിഷം കൊണ്ട് മാറും. അതെന്താ, ഞാൻ ശൈല മാമിന്റെ പേര് നോക്കിയ ശൈല മാം പേര് മാറ്റിയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അർച്ചന എന്നുള്ള പേര് മാറ്റിയിട്ടുണ്ട്. അല്ലേ എനിക്കും തോന്നി. അതൊക്കെ നമ്മളോട് പറയണ്ടേ, പേര് മാറ്റണ്ടൊക്കെ നമ്മളോട് പറയണ്ടേ. അപ്പൊ പ്രവീണ മാം നല്ലൊരു സെക്ഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി എവിടെയായിരുന്നു പ്രവീണ മാം? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു വേറൊരു ലെവലിലാണ് ക്ലാസ് പോയത്, അതുകൊണ്ട് ചോദിച്ചാണ്. സാധാരണഗതിയിലുള്ള വേറൊരു ലെവലിലാണ് ഇന്നത്തെ ക്ലാസ് വന്നത്. ഒരു സാധാരണഗതിയിലുള്ള ചിരിയും കളിയൊന്നും ഇല്ല, ഒരു വ്യക്തമായ ഒരു വേറൊരു മേഖലയിലൂടെ സഞ്ചരിച്ചു. അതുകൊണ്ട് ചോദിച്ചാണ് എവിടെ ഇരുന്നു എന്നുള്ളത്. ഇതിപ്പോ ചോദിക്കുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നു. കാരണം എന്താന്ന് വെച്ചാല് ഇന്നലെ സാധാരണ ഞാൻ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ കുറെ സമയം ഓഫീസിൽ ഇരിക്കുന്നല്ലേ വെച്ചിട്ട് ഇതിലൊരു ടെറസിലുണ്ട്, അവിടെ പോയിട്ട് കുറെ സമയം ഒരു അരമണിക്കൂറോളം ഞാൻ നടക്കാറുണ്ട്. അപ്പൊ സാധാരണ നടക്കുമ്പോൾ ഒരു വാച്ച് എടുത്ത് സമയം നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകാറ്. ആ സമയത്ത് എനിക്ക് തോന്നി ആ വാട്സപ്പ് എല്ലാം അവിടെ ഊരി വെച്ചു. ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നി മൊബൈൽ എടുത്ത് പോകാമെന്ന്. ശരി, അപ്പൊ തോന്നലൊന്നും മാറ്റി വെച്ചില്ല. അപ്പൊ അതിനെ അസേർട്ടീവ് ആയിട്ട് തന്നെ ഞാൻ സ്വീകരിച്ചു. അതൊക്കെ മിറാക്കിളാണ് സംഭവിച്ചത് കേട്ടോ. സാധാരണ സ്ഥിരമായിട്ട് വാച്ച് എടുത്തിട്ടാണ് പോകാറ്. അപ്പൊ അന്ന് ഞാൻ എന്ത് ചെയ്തു, മൊബൈൽ എടുത്ത് പോയി. മൊബൈൽ അവിടെ വെച്ച് ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഉച്ചയ്ക്ക് വരേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള അർജന്റായിട്ട് ഒരു കോൾ ഉണ്ടായിരുന്നു. ആ കോൾ എനിക്ക് വന്നത് വൈകിട്ട് നടക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞു. ഒരു പക്ഷേ ഞാൻ ആ മൊബൈല് റൂമിൽ വെച്ചിരുന്നെങ്കിൽ ഞാൻ ഒച്ച കേൾക്കില്ല. അർജന്റായിട്ടുള്ള കോളാണ്, അതെനിക്ക് അത്യാവശ്യമായിട്ട് കിട്ടേണ്ട ഒരു മറുപടിയും കൂടിയാണ്. അപ്പൊ എനിക്ക് തോന്നി ആ സമയത്ത് മൊബൈൽ എടുക്കാം എന്നൊരു തോന്നൽ വന്നത് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അതിന് അഗ്രസീവായിട്ട് മൊബൈൽ കൊണ്ടുപോയാൽ ഇപ്പൊ അത് നോക്കിയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളയാൻ ശ്രമിക്കാതെ ആ തോന്നൽ ഓക്കെ ശരി എടുത്തുകൊണ്ട് പോവാം എന്ന് പറഞ്ഞ് എടുത്തു പോയി അവിടെ വെച്ചു. അപ്പോൾ തന്നെ ഞാൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, താങ്ക് യു സോ മച്ച് മൈ ഡിയർ യൂണിവേഴ്സ്. അത്രയും അപ്പൊ നോക്കൂ, നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരം നമ്മൾ എത്രത്തോളം സ്വീകരിക്കുന്നു, അത് സ്വീകരിക്കുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ട പാഠങ്ങൾ, കടന്നു പോകാനുള്ള വഴികൾ യൂണിവേഴ്സ് നമുക്ക് ഒരുക്കുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം അബ്ദുൽ സാർ പറയുന്നത് പോലെ, ഇതൊക്കെ ഒരുപക്ഷെ പറയുന്നത് പോലെ ആ ഒരു അത്തരത്തിലൊരു മൈൻഡോട് കൂടി, അത്തരം ഒരു ശാന്തതയോടുകൂടി ഈ അസേർട്ടീവ് ടെക്നിക്ക് എനിക്ക് ഇത്രയും ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയത് ഒരുപക്ഷെ ഇതും പരിശീലിച്ച് തുടങ്ങിയതിന്റെ ഒരു മിറാക്കിൾ തന്നെയാണ്. താങ്ക് യു. മാം. പ്രവീണ മാം ക്ലാസ് എടുക്കുമ്പോ എപ്പോഴും ജീവിതാനുഭവങ്ങളിൽ നിന്നും അപ്പോഴേക്കപ്പം ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ നിന്നൊക്കെയാണല്ലോ അത് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്നലെ ഉണ്ടായ ഒരു സംഭവത്തുമ്പോഴാണ് ഇപ്പൊ ഈ ഒരു ക്ലാസ് വന്നിട്ടുള്ളത്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഫീഡ്ബാക്ക് പറയാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. പ്രീത പറഞ്ഞോളൂ. Hello, good morning, ma'am. Pravina ma'am. ഗുഡ് മോർണിംഗ്. Good morning, all.
പ്രവീണ മാം, നല്ലൊരു ക്ലാസ്. നമ്മുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പകർത്തേണ്ട കുറച്ച് കാര്യങ്ങള് മാം കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമ്മൾ പരസ്പരം മനസ്സിലാക്കുക, അതുപോലെ പരസ്പരം വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവുക, അതുപോലെ തന്നെ നമ്മൾ അവരെ കേൾക്കാനും കൂടി നമുക്കൊരു മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സംഭവിക്കുന്ന പല ദാമ്പത്യ ജീവിതങ്ങൾ ശിഥിലമായി പോവാതെ ഇരിക്കാൻ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവരും നമ്മുടെ ബി മാജിക് കുടുംബത്തിലെ എല്ലാവരും ഇത് ഫോളോ ചെയ്യും. ഇത് നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് കൂടി നമ്മളൊന്ന് പകർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന, അതായത് ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ ദാമ്പത്യത്തിൽ വരുന്ന ചെറുപ്പം പെൺകുട്ടികളാണ്. അതുപോലെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യത്തോടെ അല്ലാതെ പല കുടുംബങ്ങളും നമുക്ക് പരിചയം ഉണ്ടായിരിക്കും. പരസ്പരം അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവില്ല. അങ്ങനെയുള്ള ആ ഒരു ദാമ്പത്യത്തിനെ നമുക്ക് കൂടുതൽ അവരെ അടുപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ ആ ദാമ്പത്യം ശിഥിലമായി പോകാതിരിക്കാനും നമുക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ സുഹൃത്തുക്കളെ പറഞ്ഞ പോലെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ നമ്മുടെ ഈ ബി മാജിക് കുടുംബത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. വളരെ നല്ലൊരു ക്ലാസ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് പ്രവീണ മാം. താങ്ക് യു സീത. so much. Thank you. ബിൻസി മാം. ഹലോ, മോർണിംഗ് Good പ്രവീണ morning. മാം. പിന്നെ മാം പറഞ്ഞ പോലെ തന്നെ ഞാന്, അതായത് നമുക്ക് ഫസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് ചില സമയത്ത് അതിനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അവിടെ പിന്നീട് വരുന്നത് നമ്മളെ ഫസ്റ്റ് ചിന്തിച്ച സാധനത്തിന്റെ കാര്യങ്ങളായിരിക്കും വരിക. പക്ഷെ നമ്മൾ ഇഗ്നോർ ചെയ്തല്ലോ എന്നുള്ള ഓർത്ത് നമുക്കൊരു റിഗ്രറ്റ് വരും. അയ്യോ, അപ്പോഴാ ചിന്തിച്ച, കാരണം ആ ഉള്ളിൽ നിന്ന് പറയുന്നത് ശരിക്കും സത്യം, നടക്കാൻ പോകുന്നത് അതാ. നമ്മൾ അതിനെ എതിർത്തുകൊണ്ടാണ് അതല്ല, അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താൽ മതി, നമുക്ക് പിന്നെ ഒരു ചിന്തയാ വരിക. ചിന്തയിലൂടെ നമ്മൾ പോകും. അതെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഫസ്റ്റ് എന്റെ മനസ്സിൽ എന്താ വരുന്നതെന്ന് വെച്ചാല് അതിലേക്ക് അങ്ങ് പോയി കഴിയുമ്പം നമുക്ക് കാര്യങ്ങൾ വിചാരിച്ച പോലെ നല്ല രീതിയിൽ വരാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മനസ്സിനെ ട്രെയിൻ ചെയ്തിട്ടിപ്പം പിന്നിപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാരും ചോദിക്കും എന്താ ഇത്ര കൂളായിട്ട് പോകുന്നത്, പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ നമ്മൾ കൂളായിട്ടിരിക്കുമ്പോ. കാരണം അത് നമ്മൾ ട്രെയിൻ ചെയ്ത് എടുത്തത്. ഇപ്പൊ ബി മാജിക്കിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ക്ലാസ്സസും, ഇപ്പൊ മാമിന്റെ ക്ലാസ് ആയാലും ആ ഒരു ഹോൾ ഡേ നമ്മളെ പിടിച്ചു നിർത്തുന്നത് മാമിന്റെ ക്ലാസ്സാണ്. അപ്പൊ അത് അന്നത്തെ ഒരു ട്രെയിനിങ്, ചിലപ്പം അടുത്ത ദിവസം ചിലപ്പോൾ അത് മാറിയേക്കാം. എന്നാലും പിന്നെയും മാമും അല്ലെങ്കിൽ മറ്റേ സാറും മറ്റേ മറന്നുപോയി ഏത് ക്ലാസ്സിൽ അപ്പൊ ഓസ്റ്റിൻ സാറ്, അപ്പൊ ഇവരൊക്കെ മാറി മാറി നമ്മുടെ ലൈഫിൽ ചേർത്തുന്ന ഓരോരോ പവറാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ലൈഫ് നല്ല രീതിയിൽ പോകുന്നു. ഞാൻ കുറച്ച് ബ്ലോക്ക് ആയിട്ടുണ്ട്, ബ്ലോക്ക് എന്നല്ല, കുറെ തിരക്കായതൊക്കെ നമ്മുടെ ഈ ഒരു ഇതാണ്, പ്രോസസ്സാണ്. നമ്മൾ ചെയ്തെടുക്കുന്ന, നമ്മളെ ബിൽഡ് ചെയ്തതിനെടുക്കുന്ന കുറെ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബി മാജിക്കിന്റെ കൂടെ എപ്പോഴും വരാൻ പറ്റുന്നുണ്ട് ആ ചിന്തകളിലൂടെ. സാറ് സൂപ്പർ. സാറിനെ മറന്നുപോയെന്ന് വിചാരിക്കണ്ട. സാറ് നമുക്കൊരു എന്താ പറയാ, ഒരു കോമഡി മാസ്റ്റർ. അതെ, ക്ലാസ് അങ്ങനെയല്ലേ പറഞ്ഞു. സന്തോഷം എല്ലാവരെയും കണ്ടേ. താങ്ക് യു ബിൻസി മാം, താങ്ക് യു. കൊറേ ആയി കണ്ടിട്ടാ സത്യം. അതെ. ഉണ്ണിയേട്ടൻ. ഹലോ ഉണ്ണിയേട്ടൻ. ഹലോ, നമസ്കാരം പ്രവീണ മാം. നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അതിനു മുകളിലായി സംസാരിക്കാതെ അവരെ കേൾക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഏതൊരു സിറ്റുവേഷനും നമുക്ക് പ്രതികൂലമാണെങ്കിൽ അത് പിന്നീട് അനുകൂലമായിരിക്കും. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഓൾ. Thank you so much. താങ്ക് യു ഉണ്ണിയേട്ടാ, താങ്ക് യു. ഇനി ആരാ പറയാനുള്ളത്? ദിവ്യ മാം. ദിവ്യ. Hello. Good morning. Good morning, ma'am. Hello. Audible ആണോ ഞാൻ? പറയൂ മോളെ, പറയൂ. ഓക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്നത്തെയും പോലെ തന്നെ മാമിന്റെ എന്താ പറയാ, ജീവിതത്തിൽ നിന്ന്
ഒപ്പിയെടുത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. വളരെ സന്തോഷം. എന്താ പറയാ, നമ്മള് വാദപ്രതിവാദങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ അധ്യായങ്ങളായിട്ട് എന്താ പറയാ, പഠിക്കാനുള്ള അധ്യായങ്ങളായിട്ട് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് മാമിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നല്ല കാര്യങ്ങളാണ്. അതായത് നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അത് ശരിയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ അതിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതിലൂടെ കഴിയുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം. ഒരുപാട് സന്തോഷം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. താങ്ക് യു മണി സാറേ. ഗുഡ് മോർണിംഗ്. നമുക്ക് സമയം വേറെ അപ്പോ ക്ലാസ് ആയിരുന്നു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം നമുക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടാനും അതുപോലെ തന്നെ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് അത് ബെറ്ററായി കൊണ്ടുപോകാനുള്ള ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു 4 പോയിന്റ്സ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴും അഗ്രസീവ് ആകാതെ എഫക്റ്റീവ് ആയിട്ട് ഉള്ള ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അത് പലപ്പോഴും സാഹചര്യം നോക്കിയിട്ട് നമ്മൾ വാദപ്രതിവാദമൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് കൂളായി നിന്നിട്ട് അത് പിന്നീട് സംസാരിക്കാം, അല്ലെങ്കിൽ വേറൊരു അവസരത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ പെട്ടെന്നുള്ള ആ ദേഷ്യം അവിടെ നിന്ന് കുറച്ച് ശമിച്ചതിന് ശേഷം സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടേറിയ വാക്കുകൾ ഉപയോഗിച്ചും വേറെ പല വിഷമങ്ങളിലേക്കും, അതായത് തല്ലി വരെ എത്തുന്ന രീതിയിലേക്ക് എത്തിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതിൽ നിന്നെല്ലാം പിന്മാറിയിട്ട് വേറെ സമയത്ത് ശരിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ആ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് പോകാൻ പറ്റും, അത് നഷ്ടപ്പെടാതെ നിൽക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ പല കാര്യങ്ങളിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. മറ്റുള്ളവർ പറയുന്ന സമയത്ത് അവരുടെ 100% അത് ശരിയാണെന്ന് തൽക്കാലം അല്ലെങ്കിൽ കൂടെ തൽക്കാലം പറയാം, അല്ലെങ്കിൽ ചേർത്ത് പിന്നീട് അവസരം വരുന്ന സമയത്ത് അത് ഒരു പാസീവായിട്ടുള്ള രീതിയിൽ നമുക്കത് പറയാവുന്നതുമാണ്. അപ്പം ജീവിതത്തിൽ നമ്മളെ റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് അല്ലെങ്കിൽ നമ്മളെ സ്വന്തം സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ല ഉപകരിക്കുന്ന ഒരു നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സാറേ. താങ്ക് യു. ഞാനാ പറയുന്നത് പ്രവീണമ്മ. ശീല മാം ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലോ പേഴ്സണൽ ലൈഫിലോ ഒക്കെ നമുക്കൊരു പീസ്ഫുൾ മൈൻഡ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാം പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെയൊക്കെ മുന്നിൽ നമ്മൾ കാണുന്ന ഒരാളൊന്ന് പറഞ്ഞാൽ അടുത്തയാള് ഒരു 10 പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. പിന്നെ അത് അവസാനം വഴക്കിലേക്കും ഒക്കെയാണ് മാറാറുള്ളത്. പക്ഷെ നമ്മളെ പോലെ അറിവുള്ളവരാണെങ്കിൽ നമ്മൾ കേൾക്കുക, നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുക. പിന്നെ മാം പറഞ്ഞു എന്താണ് നെഗറ്റീവ് അസർട്ടീവ്നെസ്സിലൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് എത്രമാത്രം നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാരാണേലേ നമുക്കത് നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റിലെ അത് പോയിന്റ് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഫോഗിങ് എന്താ മാഡം പറഞ്ഞേ? ഫോഗിങ്. സ്പെല്ലിങ് FOGGING. ഓക്കെ. അങ്ങനെയാ ഞാൻ എഴുതിയേക്കുന്നത്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കേൾക്കുക, കേട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളത് നാം സ്വീകരിക്കുക, മറ്റുള്ളത് ഉപേക്ഷിക്കുക. നമ്മൾ അവരോടൊരു വാദപ്രതിവാദത്തിനൊക്കെ പോയാൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡേ പോകത്തുള്ളൂ. അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് മാം. മാം പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്നത് നമുക്ക് എത്രത്തോളം ഇത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നേരെ എതിരെയുള്ള വ്യക്തി റോങ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തിരി നമ്മൾ സ്ഥിരമായി ക്ലാസ്സിൽ കയറുന്ന ആൾക്കാർ, സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ആ വ്യക്തി റോങ് ആണ്,
പക്ഷെ നമ്മളിവിടെ ശീലമ്മ പറഞ്ഞ പോലെ ഇത് എത്രത്തോളം നമുക്കിത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ അവര് പറയുന്ന വാക്കിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് മാത്രം, അല്ലാതെ അത് പൂർണ്ണമായും ശരി എന്ന് ഉൾക്കൊണ്ട് സമ്മതിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയാണ്, അതെങ്ങനെ അവര് പറഞ്ഞ ശരിയാവും, ഞാൻ അങ്ങനെ അല്ലല്ലോ. ശരി, നിങ്ങൾക്ക് എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചതെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. കാരണം ആ സമയത്തുള്ള ഏറ്റവും നല്ല വിവേകപ്രകാരമാണ് അവർ സംസാരിക്കുന്നത്. ഓക്കെ, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, ആ അവസരത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് മാത്രം. പറഞ്ഞതുപോലെ അതിന് പ്രാക്ടീസ് തന്നെ വേണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യും. ഞാനും ഇത് ക്ലാസ് എടുക്കുമ്പോൾ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ഇതൊക്കെ കിട്ടുന്ന അവസരം നമ്മളെ കഴുകാനുള്ള അവസരമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഷീല മാം, താങ്ക് യു. സലാഹു മോനു ഒന്ന് ഫീഡ്ബാക്ക് പറയോ? സലാഹു. ഹലോ ശ്രീഷ്ണ. ഹായ്, മാജിക് മോർണിംഗ്. പ്രവീണ മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. എനിക്ക് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ കൂടിയാണ്. ഞാനൊരു 3 വർഷം മുന്നേ വരെ അങ്ങനെ ഒരു ആള് വന്ന് നമ്മുടെ അടുത്ത് തർക്കിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തർക്കിച്ച് ജയിക്കാൻ ശ്രമിക്കുമായിരുന്നു. അവര് പറയുന്നത് റോങ് ആന്നുള്ളത് എനിക്കും അറിയാം. അപ്പൊ അവിടെ ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല. എന്താണേലും തർക്കിക്കും. അങ്ങനെ തർക്കിച്ച് സംഭവിച്ചെന്ന് വെച്ചാൽ പലരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയിരുന്നു. ഇപ്പൊ റിലേറ്റീവ്സ് ആണെങ്കിലും ഓഫീസിലാണെങ്കിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു. മെയിൻ ആയിട്ടുള്ള മാറ്റം വെച്ചാൽ എന്നെ ബാധിക്കാത്ത കാര്യങ്ങളാവുമ്പോ ഞാൻ പിന്നെ എന്തിനാ വെറുതെ അവരോട് പറഞ്ഞിതാക്കേണ്ട കാര്യമില്ല. അത് അവര് പറയുന്ന അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കണ്ണടച്ച് വിട്ടേക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അങ്ങനെ ഇപ്പൊ കുറെ വഴക്കുകള്, എന്താ പറയാ, നെഗറ്റീവ് ടോക്സ് അത് ഒഴിവായി. ഇപ്പോഴും പക്ഷെ എന്നെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ എനിക്കങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റാറില്ല. അങ്ങനെ ഞാൻ ശ്രമിക്കും. മിണ്ടാതിരിക്കുമ്പം പിന്നെ ഭയങ്കര റിഗ്രറ്റ് ഫീൽ ചെയ്യും. അന്നേരം അങ്ങനെ മറുപടി കൊടുക്കണായിരുന്നു, എന്തിനാ ഞാൻ മിണ്ടാതെ പോന്നെ, അങ്ങനെയിട്ട് തോന്നും. പിന്നെ പ്രാക്ടീസ് ചെയ്താക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു അറിവായിരുന്നു മാം. താങ്ക് യു. വാവ്, ഗ്രേറ്റ് ശ്രീഷ്ണ. കണ്ടോ, ശ്രീഷ്ണ പറഞ്ഞു പോയത് എത്ര, ശ്രീഷ്ണ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എന്റെ പല ബന്ധങ്ങളും അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലപ്പോഴും ഇപ്പോഴും എനിക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു. ഇവിടെയാണ് റിഗ്രറ്റ് തോന്നി എന്ന് പറയാറുണ്ടല്ലേ. നമുക്ക് ഒരിക്കലും റിഗ്രറ്റ് തോന്നേണ്ട കാര്യമില്ല. നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നു, അതിനൊന്ന് എഴുതി ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക. അപ്പൊ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുന്നത്, നമ്മൾ കടന്നു പോയ ഒരു അവസരം നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നില്ല. അതിന് നമ്മൾ വീണ്ടും ഒന്ന് റിഫ്ലക്ട് ചെയ്ത് മനസ്സിലാക്കുക, അവിടെ ഇത്തരത്തിൽ എനിക്കൊരു മറുപടി കൊടുക്കാമായിരുന്നു, ഇത്തരത്തിൽ എനിക്ക് സംസാരിക്കാമായിരുന്നു, അപ്പൊ കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിട്ട് മാറുമായിരുന്നു എന്ന് നമ്മൾ അതിനെ കടന്നുപോയ അവസരത്തെ വീണ്ടും ഒന്ന് ചിന്തിച്ച് അതിനൊന്ന് എഴുതി റിഫ്ലക്ട് ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു അവസരം വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ ഇടയാക്കിയതിനെ കുറിച്ച് എന്നോടൊന്ന് പറയാമോ എന്ന് നമ്മൾ ചോദിക്കും. ഇതൊക്കെ അവര് വയ്ക്കും, അതിപ്പോ എങ്ങനെയാ പറയാ, അപ്പൊ അവർ ആ കൺഫ്യൂഷനിലായി. ഇതാണ് നമ്മൾ അസർട്ടീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ഞാൻ അതിന് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ അവർ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രമിക്കില്ല. അപ്പൊ നമ്മളതിന് കൂടുതൽ കൊടുക്കും. താങ്ക് യു ശ്രീകൃഷ്ണ, ഒരിക്കൽ കൂടി അത് ഓപ്പൺ ആയിട്ട് ഇത് പറയാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീഷ്ണ, താങ്ക് യു മാഡം. ഞാൻ പറഞ്ഞതുപോലെ വീട്ടില് നമുക്കറിയപ്പോ ഞാൻ ആദ്യമൊക്കെ അംഗൻവാടിയുടെ ജോബ് ട്രെയിനിങ്ങിന് പോയ സമയത്ത്, ഫസ്റ്റിൽ കിട്ടുന്ന ട്രെയിനിങ് ക്ലാസ്സിന് പോയ സമയത്ത് ഞങ്ങൾക്ക് ഒരു അംബിക മാം ഉണ്ടായിരുന്നു. ക്ലാസ് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി അവർ തന്നെയായിരുന്നു. അപ്പൊ ആ മാം ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാല് ദേഷ്യം തീർക്കാൻ മുഴുവൻ പാത്രങ്ങളിലായിരിക്കുന്നു. അടുക്കള എന്തെങ്കിലും പറയുമ്പോ വർത്താനൊന്നും പറയില്ല. മാമിന്റെ എനർജി കളയണ മാം വർത്താനം പറയില്ല, പക്ഷെ പാത്രങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് എറിയലും പിടിക്കലും ഇതൊക്കെ അതിലാണ് ദേഷ്യം മുഴുവൻ കാണിക്കുക. അപ്പൊ എതിർകക്ഷിക്ക് തോന്നും മുപ്പത്തിക്ക് ദേഷ്യം പിടിച്ചിട്ടുള്ള ഒരു ഇത് അതാണെന്നുള്ളത് മനസ്സിലാവും ഇത്ര. അപ്പൊ അത് പറഞ്ഞിരുന്നിട്ട് ഒരിക്കൽ. പക്ഷെ അന്നൊക്കെ അത് ക്ലാസ് എടുക്കുമ്പോഴും എന്റെയൊക്കെ അനുഭവം അതുപോലെ തന്നെ ആയിരുന്നു. കാരണം വീട്ടിൽ എന്തെങ്കിലും വർത്താനം ഏട്ടനായിട്ടൊക്കെ പറയുമ്പോ ഞാൻ ഇതുപോലെ തന്നെയായിരുന്നു ദേഷ്യം കാണിച്ചിരുന്നത്. പാത്രങ്ങൾ എടുത്ത് അങ്ങോട്ട് വെച്ച് വാതിൽ വലിച്ചടക്കി ഇങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവത്തിൽ തന്നെയായിരുന്നു നമ്മളും. അപ്പം ആ മാം ഇത് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചാൽ ഞാനും ഇങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഇത് നല്ലതല്ല, മാറ്റിയെടുക്കണം എന്നും നമ്മളെ ദേഷ്യം കുറെ കുറയ്ക്കണം എന്നും ഇതെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി നമ്മളെ ബി മാജിക്കില് ഇങ്ങനത്തെ ക്ലാസ്സുകളിലൂടെയാണ്. അപ്പൊ മാം പറഞ്ഞതുപോലെ
പഴയ ആൾക്കാർ പറയും 2 കൈയും കൂട്ടിക്കൊട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ എന്ന്. അപ്പൊ നമ്മളിൽ വരുന്ന ശബ്ദങ്ങളുടെ ടോണിന്റെ വ്യത്യാസത്തിലും വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും അവര് തമ്മിൽ സംസാരിക്കുമ്പോ നമ്മൾ വരുന്ന ആ ഒരു ടോണ് എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചായിരിക്കും ആ വീട്ടിലെ പ്രശ്നങ്ങൾ മിക്കവാറും ഉണ്ടാവുക. അപ്പൊ അതൊക്കെ നമ്മൾ കുറെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ വീട്ടിലത്തെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ മക്കളെ ആയിട്ടായാലും ഹസ്ബൻഡിനെ ആയിട്ടായാലും ഇനിയിപ്പൊ അമ്മായിയമ്മ ആരുണ്ടായാലും മരുമക്കളായാലും ആരായാലും. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ ഇതൊന്നും ഇങ്ങനെ പഠിച്ചു വരിക. ഇപ്പൊ മാം പറഞ്ഞ പോലെ ഇതൊക്കെ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമുക്ക് എഴുതി പഠിക്കാം, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതൊക്കെ നല്ലൊരു കാര്യം. അതുപോലെ മറ്റുള്ള ഒരു വ്യക്തിയെ കേൾക്കുക എന്ന് പറയുന്നതിനനുസരിച്ച് നമ്മൾ ആവശ്യമുള്ളിടത്ത് മാത്രം പ്രതികരിക്കുക എന്നുള്ളതും ഒരു പോയിന്റ് തന്നെയാണ്. നമ്മൾ വാദോരാതെ സംസാരിക്കുന്നേക്കാളും നല്ലത് നമ്മൾ ആ പോയിന്റ് മനസ്സിലാക്കി നമുക്ക് പറയാനുള്ള വാക്കുകൾ മാത്രം പറയാന്നുള്ളത് അത് നല്ലൊരു പോയിന്റ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. എന്തായാലും പ്രാക്ടീസ് ചെയ്യണം മാം. തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യും. ഇങ്ങനത്തെ മാമിന്റെ കുറെ അറിവുകൾ നമുക്ക് നല്ലൊരു എനർജി തരുന്ന അറിവുകളാണ്. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ക്ലാസ് എടുക്കാൻ വന്ന പ്രവീണ മാമിനും അതുപോലെ ഇന്ന് ഫീഡ്ബാക്ക് സെക്ഷൻ കൈകാര്യം ചെയ്ത എല്ലാവർക്കും പറഞ്ഞ എല്ലാവർക്കും ഞാൻ ബി മാജിക്കിന്റെ പേരിൽ എന്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു. Thank you, Pravina ma'am. Thank you all. Thank you, Pravina ma'am. Thank you all. Thank you very much. Thank you, ma'am. Thank you all.